എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നമസ്കാരം. ഞാൻ ബിരിജി തോമസ്. എൻ്റെ ക്യാമറയുടെ പുറകിൽ നമ്മുടെ വൈഫ് ജിഷ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു സ്പെഷ്യൽ, ആരും ചെയ്യാത്ത ഒരു വീഡിയോ ഒന്നുമല്ല. ഇത് പലരും കണ്ടിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്, പലരും കുടിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കും അല്ലേ, യാത്ര ചെയ്യാതിരിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു ഡയറ്റീഷ്യനോ ഒരു ഡോക്ടറോ ഒന്നുമല്ല. അതുകൊണ്ട് ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രോപ്പറായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ സ്മൂത്തി വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ആൾക്കാർ സാറിന് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ എല്ലാവർക്കും അറിയാം. എന്നാ ജിഷ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സംഭവം? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ സാധാരണ ആൾക്കാർ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല സംഭവം. എപ്പോഴാണ് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആകുന്നത്? അതായത് ഇപ്പോൾ രാത്രി 12 മണി കഴിച്ചിട്ട് കിടക്കുന്ന ഒരാൾ പിറ്റേ ദിവസം 12 മണി കഴിക്കുന്നത് ഉച്ചഭക്ഷണം നേരമാണ്. അപ്പം നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്താൽ അതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. അല്ല, അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിഞ്ചാജൻ എപ്പോഴും നമ്മൾ ഈ കഴിക്കുന്നതിനെ കുറിച്ച് പറയല്ലോ, 1 നേരം 2 നേരം 3 നേരം, അതൊന്നും പറഞ്ഞു. 1 നേരം കഴിക്കുന്നുണ്ട്. അതായത് ഒരു ആയുർവേദത്തിൽ ഒരു ചൊല്ലാണ്, 1 നേരം കഴിക്കുന്നവൻ യോഗി എന്നാണ് പറയുന്നത്. ഞാൻ 1 നേരമല്ല 4 നേരം കഴിക്കാറുണ്ട്. അപ്പൊ ആരാണ് നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഫോഗി, 3 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 4 നേരം കഴിക്കുന്നവൻ രോഗി. അപ്പൊ നമുക്ക് രോഗമൊന്നും എപ്പോ ഇല്ല. ഇനി നമ്മൾ 3 നേരം കഴിക്കുന്നവർ ചിലപ്പോൾ 4, 5, 6 ഒക്കെ പോകും. അതിൽ കാര്യമൊന്നുമില്ല. ഒരു ആയുർവേദത്തിന് ഒരു ചൊല്ലി ഞാൻ പറഞ്ഞൊന്നുമില്ല, എല്ലാവർക്കും അറിയായിരിക്കും അതൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാനാണ്. പല വെറൈറ്റിയുള്ള, പല കളറുള്ള, തിങ്കൾ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ അല്ല സാറ്റർഡേ വരെ, പിന്നെ സൺഡേ നമുക്ക് എന്ത് പറഞ്ഞാലും ഒരു ചീറ്റിംഗ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നൊരു ദിവസമാണ്. പിന്നെ ഈ ജ്യൂസും സ്മൂത്തിയും നമ്മളൊരു ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ജ്യൂസാണ്, അതുകൊണ്ടില്ലേ ഈ ജ്യൂസും സ്മൂത്തിയും തമ്മിൽ വ്യത്യാസമാണ്. അത് ശരിക്കറിയാവുന്നതാണ്. സ്മൂത്തി കുറച്ചുകൂടെ തിക്കാണ്. അതായത് സ്മൂത്തി എന്ന് പറയാൻ നമുക്ക് നമ്മുടെ രീതിയിൽ പല പല കണ്ടുപിടുത്തങ്ങളും ഇന്നോവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മുടെ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാരറ്റ് ബഞ്ച് കണ്ടില്ല, ഈ ക്യാരറ്റ് നമ്മൾ ജ്യൂസ് അടിച്ച് ഇറക്കുന്ന അതിൻ്റെ ഇതില്ല ഫൈബറെല്ലാം കളഞ്ഞ് വരുന്ന സാധനമാണ് ഈ ജ്യൂസ്. അപ്പം ജ്യൂസിനകത്ത് നമുക്ക് വേറെ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മുടേതായ രീതിയിലൊന്നും ഇന്നോവേഷൻ ഒന്നുമില്ല, ഫൈബറൊന്നുമില്ല, ഫൈബർ കണ്ടന്റ് ഇല്ല. സാധാരണ നമുക്ക് ഈ സാധനം കുടിക്കുന്നില്ല, നല്ല ക്യാരറ്റ് ജ്യൂസ് ഇല്ല അല്ലേ. അപ്പം നമ്മൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് നമ്മൾ അടിപൊളി സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പല കളറുള്ള സ്മൂത്തിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുറകെ ഇരിക്കുന്ന വൈഫ് ജിഷയുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ എൻ്റെ മുമ്പിലിരിക്കുന്ന കുറച്ച് ക്യാരറ്റ് ഉണ്ട്, കുറേ ഫ്രൂട്ട്സുകളുണ്ട്. നല്ല ഒറിജിനൽ, നല്ല കിടുക്കാച്ച്, നല്ല ഓറഞ്ച് അല്ലേ, നല്ല മധുരമുള്ള ഓറഞ്ച് ഇരിപ്പുണ്ട്. ബെറി ഉണ്ട്, പലതരത്തിലുള്ള ബെറീസ് ഇരിപ്പുണ്ട്. ചെറിയുടെ സീസൺ അല്ല എങ്കിലും ഇതിനിപ്പം നല്ല വിലയാണ്. എങ്കിലും നമ്മൾ ചെറി മേടിച്ചിട്ടില്ല. നല്ല ചെറിയുണ്ട്, നല്ല ഡേറ്റ്സ് ഉണ്ട് ഉണ്ടല്ലേ, ഡേറ്റ്സ് ഉണ്ട്, അവക്കാഡോ ഉണ്ട്, എന്താ ഈ സംഭവങ്ങളുണ്ട്. ഏറ്റവും ബ്ലാക്ക്ബെറി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതാണ് ഈ സാധനം നമുക്ക് യോഗട്ട്, അത് വനില യോഗട്ടാണ്. ഈ സംഭവം വനില ഫ്ലേവർ ഉള്ള യോഗട്ടാണ്. ഇത് നമ്മുടെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവനെ മാറ്റുക, കാരണം അവനെ ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവനാണ് ഒരു ഫ്ലേവർ തരുന്നത്. നമുക്കൊരു ചുമന്ന സ്മൂത്തി ഉണ്ടാക്കിയാൽ ആദ്യം ഏത് കളർ ഉണ്ടാക്കിയാലും ഞാൻ കുടിച്ചോളാം. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചുമന്ന സ്മൂത്തി ഉണ്ടാക്കാം. അപ്പം നമ്മളിതൊരു ബ്ലെൻഡർ എടുക്കുക. ആദ്യമേ വേണ്ട നമ്മളൊരു ശകലം ഒരു ബേസ് കളർ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇച്ചിരി പോമിഗ്രാനൈറ്റ്, അതായത് നമ്മുടെ മാതളം അല്ലേ, മാതളത്തിൻ്റെ ഒരു ശകലം ജ്യൂസ് ഒഴിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇച്ചിരി വനില ഫ്ലേവേർഡ് യോഗട്ട്, കാരണം അവനൊരു ഇത് പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീനാണ് സംഭവം, ഹൈ പ്രോട്ടീൻ യോഗട്ടാണ് സംഭവം. ഇച്ചിരി കൂടുതലിടുക കണ്ടോ, ഒരു തിക്നെസ്, ഒരു ക്രീംനെസ് കിട്ടാൻ വേണ്ടി വിടുക. അത് കഴിഞ്ഞ് നമ്മൾ യോഗട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇച്ചിരി നല്ല ചെറി ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ബെറി, ഇതല്ലേ റാസ്ബെറി, അതെ, ഇച്ചിരി റാസ്ബെറി ഇടുന്നു. നമ്മുടെ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി നമ്മുടെ ഈ ന്യൂട്രിബിളിനെ കേട്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ സ്മൂത്തി അടിച്ച് കുടിക്കുന്നത് ഓർമ്മയുണ്ടോ? അപ്പം നമ്മളിങ്ങനെ ഇങ്ങോട്ട് കമത്തുന്നു. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പോൾ നമ്മുടെ പിങ്ക് ബെറി അല്ലേ, പിങ്കിഷ് പീച്ച് കളർ കണ്ടല്ലേ. ഇതിന് നമ്മൾ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വേണേലും സംഭവം ചെയ്യാം. ഇതല്ലേ, എന്ത് നമുക്ക് ഐഡിയ വേണേലും ഇതിനകത്ത് കൊണ്ടുവരാം കണ്ടല്ലേ. അതിൻ്റെ ഇരിക്കുന്നുണ്ടോ ജിഷേ? അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഒരു സ്മൂത്തി മാറ്റി വെച്ചു. ജിഷ ഇപ്പം കുടിച്ച് തീർക്കുമെന്നാണ് പറയുന്നത്. കുടിച്ച് കഴിയുമ്പോൾ ഞാൻ അവസാനം ഒന്നിച്ചേ വിളിക്കുന്നുള്ളൂ, ഞാനിവിടെ നോടുന്നതും കാണാം. അപ്പോൾ നമ്മൾ അടുത്തത് ഒരു യെല്ലോ സ്മൂത്തി അടിക്കാനാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കണക്ക് മുമ്പേ പറഞ്ഞ കണക്ക് നമുക്ക് എങ്ങനെ വേണേലും നമുക്കിത് ഇന്നോവേറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. അപ്പോൾ യെല്ലോ സ്മൂത്തിക്ക് ആദ്യം വേണ്ടത് നമ്മളത് ഇപ്പോൾ ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ഒഴിക്കുകയാണ്. കാരണം ഒരു ബേസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു തിക്നെസ്സും ക്രീംനെസ്സും പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ ഫ്ലേവർ, അതായത് വനില ഫ്ലേവറാണ് ഏറ്റവും നല്ലത്. പീച്ച്
ഒരു ശകലം പീച്ച് അതിനകത്ത് ഇടുന്നു. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇടുന്നു. അതേ നമ്മൾ മാംഗോ ചങ്ക്സ് ഇച്ചിരി മാംഗോ ചങ്ക്സ് ഇടുന്നു. നമ്മൾ സ്വന്തം ചങ്കാണ് മാംഗോ അല്ലേ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ പൈനാപ്പിൾ. പൈനാപ്പിൾ ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ഫ്രോസൺ ആണ് മേടിച്ചത്. നമ്മൾ ഒരു ശകലം ജ്യൂസൊക്കെ അതിനകത്ത് വരും, ഒരു ശകലം ജ്യൂസ് അതിനകത്തും വരും, കുഴപ്പമൊന്നുമില്ല. കാരണം പൈനാപ്പിൾ എന്ന് പറയുന്നത് ഇച്ചിരി മധുരമുള്ളതാണല്ലോ, പ്രശ്നമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ പ്രന്ന് കൂട്ടുന്നു. അടുത്ത യെല്ലോ സ്മൂത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല അവൻ്റെ തിക്നെസ്സും ക്രീമിനെസ്സും കണ്ടില്ലേ ശേ, പൊളിയല്ലേ? ഇത് പൊളിയാണ്. ഇത് കാരണം വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ക്രീം വരാൻ കാരണം നമ്മുടെ മാംഗോ ഒക്കെ അടിച്ചു. പിന്നെ ഫ്രോസൺ ഫ്രൂട്ട് ഉപയോഗിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ആകുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അതെ ഉണ്ടല്ലേ. അപ്പോൾ അതേ അടുത്ത് നമ്മുടെ ഓറഞ്ച് കളറുള്ള സ്മൂത്തിയാണ്. അതിൻ്റെ ബേസ് ക്യാരറ്റാണ്. കാരണം അതല്ലേ നല്ല ഒന്നാം തരം ക്യാരറ്റ് ജ്യൂസ് അതിൻ്റെ ബേസിന് വേണ്ടി ഒരു കളറിന് വേണ്ടി നമ്മൾ ഇച്ചിരി ഒഴിക്കുന്നു. കാരണം നമ്മൾ വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല അല്ലേ, എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, നാച്ചുറൽ സാധനങ്ങളാണ്. ക്യാരറ്റ് ഇട്ടു. അവൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ഒരു ശകലം ക്യാരറ്റ്, അത് ഷ്രെഡഡ് ക്യാരറ്റോ എന്നിങ്ങനെ ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞോ എന്ത് വേണമെങ്കിലും ഇടാക്കണ്ടേ. ഇച്ചിരി ക്യാരറ്റ് ഇട്ടു. നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി യോഗട്ട്, നമ്മൾ വനില ഫ്ലേവേർഡ് യോഗട്ട്. അപ്പം അടുത്തത് നമ്മുടെ ഓറഞ്ച്, നല്ല മധുരമുള്ള ഓറഞ്ച് അല്ലേ. അതെ, ഇപ്പം വിൻ്ററാണ്, ഇപ്പം നല്ല ഓറഞ്ചുകൾ ഇഷ്ടംപോലാണ്. ഇപ്പം തീരെ വിലക്കുറവാണ്. ഇപ്പം നല്ല മധുരമുള്ള കുരുവില്ലാത്ത ഓറഞ്ച് നമ്മൾ അതിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ കൂടെ വെച്ച് നല്ല റോക്ക് മെലൻ അല്ലേ, ഇത് റോക്ക് മെലൻ അല്ലേ, അത് തന്നെ റോക്ക് മെലൻ കണ്ടിച്ച് വെച്ച് നല്ല കഴിയെടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഇടുന്നു. അപ്പോൾ അവനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓറഞ്ച് സ്മൂത്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല തിക്നെസ് കൊണ്ട് ഒത്തിരി തിക്കായാലും ഗുണമില്ല അല്ലേ, ഒരു ഒത്തിരി ആയാലും കുഴപ്പമില്ല. പക്ഷേ അതെ കാരണം ഇതിനകത്ത് ഫൈബറും സംഭവങ്ങളെല്ലാം അടങ്ങിയതാണല്ലോ. ഒരു ശകലം പോലും മായാജാലങ്ങളില്ല. അടുത്ത കണ്ട നമ്മുടെ ബ്രൗൺ സ്മൂത്തി അല്ലെങ്കിൽ റെഡ് സ്മൂത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് എന്നെ വിളിക്കാം. അവനെ നമ്മൾ അങ്ങോട്ട് വെച്ചു. അതിൻ്റെ ബേസ് ഇപ്പോൾ നമുക്ക് പോമിഗ്രാനൈറ്റ് ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് കളറായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ പേരിന് നമ്മുടെ ഏറ്റവും നല്ല ഇതുണ്ടല്ലോ ബീട്രൂട്ട് ജ്യൂസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന നല്ല ബെറി അല്ലേ, നല്ല ബ്ലാക്ക് ബെറി ഉണ്ടല്ലേ, ബ്ലൂബെറി ബെറി തന്നെ പറയണ്ട, ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി അല്ലേ, നല്ല ബെറി വെച്ചേക്കുന്നു, ബ്ലാക്ക് ബെറി. അപ്പം നമ്മൾ ബ്ലാക്ക് ബെറി ഇച്ചിരി അവൻ്റെ കൂടെ ഇടുന്നു. രണ്ടുപേരും എപ്പോഴും എല്ലാ ബെറികളും നമ്മൾ കൺഫ്യൂഷനാണ്. സ്ട്രോബെറി നമ്മൾ മേടിച്ചില്ല, കാരണം സ്ട്രോബെറി സീസൺ കഴിഞ്ഞു. ഇവിടെ വേണം ഏത് ബെറി വേണമെങ്കിലും ഇടാം. ബെറി ബേസാണ് ഇത് സംഭവം. ക്രീമിനെസ്സും പ്രോട്ടീനും കിട്ടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി യോഗട്ട്. അവസാനം നമ്മളിത് ഇച്ചിരി ചെറിയും കൂടെ ഇടുകയാണ്. എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പം നമുക്ക് കളർ ഒരു പൊലിമയാക്കാൻ വേണ്ടി നമ്മൾ അത് ഇടുക. ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. ലുക്ക് ദാറ്റ്. അപ്പോൾ അടുത്തത് നമ്മുടെ റെഡ് അല്ലേ, അല്ലെങ്കിൽ ബ്രൗൺ എന്ന് എന്ത് വേണമെങ്കിലും പറയാം. എന്താ കളർ നോക്കി. നമ്മൾ ഇത്രയും അടിച്ച് കളറൊക്കെ അടിച്ച് നമ്മൾ അടിച്ച് പിരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എന്താ അടിക്കുന്നത്, നമ്മൾ ഗ്രീൻ. എപ്പോഴും ഗ്രീൻ വളരെ നല്ലതാണ് അല്ലേ, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നത്. നമ്മൾ ആദ്യം വിട്ടത് അവക്കാഡോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഭക്ഷണമാണ് അല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അവക്കാഡോ കഴിക്കുകയും ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്, പക്ഷേ വളരെ നല്ല സംഭവമാണ്. ആദ്യം നമ്മൾ അപ്പം അവക്കാഡോ ഇട്ടു. അപ്പോൾ അടുത്തത് നമ്മൾ കിവി ഫ്രൂട്ട്. നമ്മുടെ നല്ല ഒന്നാം തരം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കിവി ഫ്രൂട്ട്. നമ്മൾ ഇച്ചിരി അകത്തോട്ട് നമ്മൾ ചിരണ്ടി ഇടുന്നു. എങ്ങനെ വേണമെങ്കിലും ഇടാം. സാറിന് പറഞ്ഞാൽ ഇതിൻ്റെ തൊലി നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പം അടുത്തത് നല്ല ബേബി സ്പിനച്ച്, ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ശരീരത്തിന്. അപ്പം ബേബി സ്പിനച്ച് ഇട്ടു. ഇതുണ്ട് ഇച്ചിരി യോഗട്ട് ഒഴിച്ചു. അപ്പോൾ അതേ നമ്മുടെ മെലൻ, ഹണിമെലൻ, ഇതിന് ഹണിമെലൻ ആണ്, ഹണിമെലൻ. അപ്പോൾ അതേ ഇച്ചിരി ഹണിമെലൻ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കരിക്കുമ്പോൾ ഒഴിക്കാം, വെള്ളം ഒഴിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. പക്ഷേ നമ്മളതിൻ്റെ ബേസിന് കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ ഗ്രീൻ ഉണ്ട് സംഭവം എല്ലാം ഉള്ളത്. നമ്മൾ ഇച്ചിരി പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം പച്ചവെള്ളവും ശരീരത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പം അടുത്തത് നമ്മുടെ നല്ല ഗ്രീൻ സ്മൂത്തി, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ അവക്കാഡോ ഇട്ടോണ്ടാണ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ എങ്ങനെയാണ് ഈശേ, കണ്ടിട്ട് നല്ല ലുക്ക്, ഇവനാണ് ഏറ്റവും ഹെൽത്തി എന്ന് പറഞ്ഞാൽ എല്ലാം ഹെൽത്തിയാണ് സംഭവം അല്ലേ. അപ്പോൾ അതേ അടുത്ത് നമ്മൾ നല്ല ഇച്ചിരി ബനാന. നമ്മുടെ ഇവിടെ ഈ ഇങ്ങനത്തെ ടൈപ്പ് ബനാന കിട്ടുള്ളൂ. ഏത് ബനാന വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ. ഞാലിപ്പൂവിനൊക്കെ വേണമെങ്കിൽ അടിപൊളിയായിരുന്നു, നാട്ടിലൊക്കെയാണ് കിട്ടുന്നത്. അതെ, നമ്മൾ ഇച്ചിരി പക്ഷേ വെള്ളയാണ് ഇവൻ. അടുത്ത സ്മൂത്തി എന്ന് പറഞ്ഞാൽ വെള്ള സ്മൂത്തി. അത് സമാധാന പ്രിയനാണ് അവൻ, എപ്പോഴും സമാധാനം. നമുക്ക് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്.
അപ്പോൾ അവനെ നമ്മൾ ഇച്ചിരി ബനാന ഇട്ടു. ഈ യോഗട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കും കേട്ടോ, ഇന്ന സമയമൊന്നുമില്ല, അത് കറക്റ്റ് സമയമില്ല. അവൻ അവിടെ ഇരിക്കുകയാണ്, ഞാൻ അവനെ ഇട്ട് കൊടുത്തിട്ട് യോഗട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പേർ, നല്ല പഴുത്ത പേർ, അത് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ് വെള്ളയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി. ഉണ്ടല്ലോ പേർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതല്ലേ നല്ല ഒന്നാമതൊരു ആപ്പിളാണ്, ഇതല്ലേ ആപ്പിൾ. അപ്പോൾ അവനെ നമ്മൾ ആപ്പിൾ ഇച്ചിരി അരിഞ്ഞ് വെച്ചത് അവനെയും കൂടി ഇട്ട് കൊടുത്തു. കാരണം അവനൊരു വിഷമമായിരിക്കണം, കുറേ നേരം അവൻ മൂലയ്ക്ക് മാറിയിരുന്നിട്ട് അവനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു വൈറ്റ് കളർ കിട്ടാനും സംഭവം നമുക്ക് സാധാരണ മിൽക്കോ ബദാം മിൽക്കോ, നമ്മളിപ്പോൾ ഇച്ചിരി ബദാം മിൽക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ബദാം മിൽക്കും ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ സമാധാനത്തിന് ദൂതനായിട്ട് നമ്മൾ അവനെയും അവസാനം ഒരു വെള്ള അല്ലേ, നല്ല ക്രീം, കാരണം ആ ബനാനായുടെയും ആ മെല്ലൻ്റെ ഒക്കെ ഒരു ഇതാണ്, എന്താ ക്രീംനെസ് വരുന്നത് അല്ലേ, നല്ല ക്രീം, നല്ല വെള്ളം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വെള്ളം വന്ന്, ഇത് ഗ്രീന്, ഇതെന്നാ വെച്ചാൽ ബ്രൗൺ, റെഡ്, അതെ, ഇത് ഓറഞ്ച്, യെല്ലോ, ഇതൊരു പിങ്കിഷ് അല്ലെങ്കിൽ പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇവന് ചേട്ടനും ആണെങ്കിൽ വേണമെങ്കിൽ പറയാം അല്ലേ, കാരണം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം ഒരു കണക്ക് ഇരിക്കും ഇവനും. ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ സ്മൂത്തി എന്ന് പറയുന്ന സാധനം എങ്ങനെ വേണേലും ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ മുമ്പേ പറഞ്ഞ ഓരോ ഇന്നോവേഷൻ ചെയ്യാം. നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഓർക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് മധുരം, ചിലതിനകത്ത് മധുരം കുറവാണ്, പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടതുകൊണ്ടാണ്. ഹണി ഇടാം, നമുക്ക് മേപ്പിൾ സിറപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങളതൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ ഈ സ്മൂത്തിയൊക്കെ കഴിക്കുന്ന ഒരു ഹെൽത്തിന് വേണ്ടിയാണല്ലോ അല്ലേ. അതുകൊണ്ട് നമ്മൾ അത് വിടുന്നില്ല. ഇതിൻ്റെ ഒറിജിനൽ ജ്യൂസും അതുപോലൊക്കെ എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ഷുഗറുമാണ് നമ്മൾ അതിൻ്റെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ചേർക്കാത്ത, ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. അതേ നമ്മുടെ അവസാനത്തെ പുള്ളിയെ നമ്മൾ പിടിച്ചേക്കാണ്. ഈ പറഞ്ഞ ഈ സാധനം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞ യൂട്യൂബിലേക്ക് അതൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നല്ലൊരു സംഭവം തന്നെയാണ്. അതായത് ഉറക്കളിച്ച ഓട്സ്, അതായത് ഇന്നലെ ഞാൻ കൂത്ത് വെച്ച ഓട്സാണ് സംഭവം കണ്ടോ, ഉറക്കളിച്ച ഓട്സ് അല്ലേ. ഉറക്കളിച്ച ഓട്സ് നമ്മൾ ഇച്ചിരി ഇടുന്നു. നമ്മുടെ നാട്ടിലെ ഷാർജ ഷെയ്ക്ക് ഇല്ലേ എന്നൊക്കെ നമ്മൾ കഴിച്ചില്ല, നല്ല ടേസ്റ്റ് അല്ലേ അല്ലേ. മിണ്ടാത്ത അല്ല എന്നോടാണ് ചോദിച്ചത്. അതെ അതെ. അപ്പോൾ ഷാർജ ഷെയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല ഓട്സ് ഇതിനകത്ത് ഇടുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് നമ്മൾ ഏത് മിൽക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൽമണ്ട് മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം പശുമ്പാലിനെക്കാട്ടും എനിക്കിഷ്ടം ഈ ആൽമണ്ട് മിൽക്കാണ്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ശകലം വ്യത്യാസമുണ്ട്. നമ്മൾ ഇച്ചിരി ആൽമണ്ട് മിൽക്ക് എടുക്കുന്നു. അതേ അടുത്ത് കുരു കളഞ്ഞാൽ നല്ല ഒന്നാന്തരം ഡേറ്റ്സ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇടുന്നു. മധുരത്തിനാണ്, മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണം ചെയ്യാൻ വേണ്ടി ഡേറ്റ്സ്. അതുപോലെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത് അങ്കിൾ ഓക്സിഡൻറ്റ് ഇല്ല, അപ്പോൾ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സംഭവം. അപ്പോൾ നമ്മൾ നല്ല ഡേറ്റ്സ് അതിൻ്റെ മുകളിലോട്ടിട്ടു. പിന്നെ നല്ല ഇച്ചിരി കാഷ്യൂനട്ടും ഇച്ചിരി ബദാം, പിന്നെ ഇച്ചിരി പീനട്ട് ഇതുകൂടെ അവൻ്റെ മുകളിലോട്ടിട്ടു. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്, ശകലം ഒരു ഇതിന് വേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒരു ശകലം പീനട്ട് ബട്ടർ വേണമെങ്കിൽ മതി, നമ്മൾ ഇടുന്നു. കാരണം പീനട്ട് ബട്ടറിൻ്റെ ഒരു ഇച്ചിരി ഉണ്ടെങ്കിൽ അതൊരു ക്രീംനെസ്സും ഒരു തിക്നെസ്സും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി പീനട്ട് ബട്ടർ അതിനകത്ത് ഇട്ടു. അപ്പോൾ അതേ അവസാനത്തെ ഐറ്റം നമ്മൾ റെഡിയാക്കാണ്. ഇവനാണ് നമ്മുടെ അല്ലേ, നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ കില്ലർ എന്ന് പറയുന്ന സാധനം. ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ്, അടിപൊളിയാണ്. ജിജോ ഇടയ്ക്കിങ്ങനെ ഉണ്ടാക്കും അല്ലേ. ജിജോ ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല, ജിജോ ഉണ്ടാക്കുന്നത് അതിനകത്ത് ബിസ്ക്കറ്റും ബോൺവിറ്റായും പഴവും ഇച്ചിരി ഇതൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അതെ, നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അവൻ അത്ര ഹെൽത്തി അല്ല, കാരണം ബിസ്ക്കറ്റും ഈ പഞ്ചസാര അതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നൊന്നര ടേസ്റ്റ് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെൽത്തി, ഈ പറഞ്ഞ എല്ലാം ഹെൽത്തി ആണല്ലോ, അതുകൊണ്ടാണ് ഹെൽത്തി സംഭവം ഉണ്ടാക്കുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഒഴിക്കുകയാണ്. ഇതിനകത്തൊരു ക്രഞ്ചിനെസ്സും ഇതെല്ലാം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട്, ഈ പറഞ്ഞ കണക്ക് കാഷ്യൂനട്ട്, പീനട്ടിൻ്റെ ഒരു ശകലം ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഒരു നല്ല ക്രഞ്ചിനെസ് വരും. പക്ഷെ അവനെ നമ്മൾ മാറ്റി വെക്കുന്നില്ല, അവനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ, ഒന്ന് പുലിപ്പിക്കാനുണ്ട്. അവിടെ അവനെ നമ്മൾ അരിഞ്ഞു വെച്ച ഇച്ചിരി കാഷ്യൂനട്ട്, ഇച്ചിരി ബദാം ഇതെല്ലാം കൂടെ നമ്മൾ ഇവൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് ഒരു ഇച്ചിരി ഒരു അഹങ്കാരത്തിന് വേണ്ടി ആണ് നമുക്ക് ഒരു ഇച്ചിരി കാഷ്യൂനട്ടൂടെ നോക്കാം അല്ലേ. അവനെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതെ, നമ്മുടെ സ്മൂത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്മൂത്തി ഏത് രീതിയിൽ വേണം നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മളിങ്ങനെ നിരന്നിരിക്കുന്നുണ്ടല്ലേ. തിങ്കളാഴ്ച നമ്മളിവനെ മാറ്റി വെക്കുന്നു. ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചത്തെ സംഭവം തീരുമ്പോ ഞായറാഴ്ച സംഭവം ഞാൻ എടുത്തു കുടിച്ചോ. ശനിയാഴ്ച ഞാൻ എടുക്കും, ഞായറാഴ്ചത്തെ ഞാൻ എടുക്കും. ആണോ? നമ്മൾ വീക്കെൻഡിന്റെ ആളാ. അതെ അതെ. അപ്പോൾ ആ സംഭവം ജിഷ അടിച്ചു മാറ്റി, അത് നല്ല അടിപൊളിയാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ശകലം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അത് നല്ല കേട്ടോ, ഇത് നല്ല വൈറ്റ് നല്ല ടേസ്റ്റാ. ഇതിനൊക്കെ ഒരു ബെറി ഫ്ലേവർ ആണ് സംഭവം. ഇതെല്ലാം ബെറി ഫ്ലേവർ ആണ്. ആദ്യത്തേത് നമ്മൾ സാധാരണ ഈ
പൈനാപ്പിളിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ്. നീ ഒന്ന് ടേസ്റ്റ് നോക്കി, ഇഷ്ടമുള്ളവരുടെ ടേസ്റ്റ് ചെയ്യേ. ഞാൻ ടേസ്റ്റ് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് ഇനി ഞാൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ വെള്ളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്, അന്യായ ടേസ്റ്റാണ്. പക്ഷെ അത് കുറച്ചുകൂടി ഈ നമ്മളിതെല്ലാം കൂടെ ഈ കാഷ്നട്ടും എല്ലാം കൂടെ ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവനെന്ന് പറഞ്ഞാൽ ഒത്തിരി തിക്കും അല്ല, കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, സ്മൂത്തിയായിട്ട് നല്ല സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ട്, സമാധാനപ്രിയ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹെൽത്തിയാണ്, അവക്കാഡോയും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് ഹെൽത്തിയാണ്. പിന്നെ ഇതിന് ഈ രണ്ടെണ്ണത്തിന് ബെറിയുടെ ഫ്ലേവറാണ് ഫീൽ ചെയ്തത്. ബെറിയാ കൂടുതലായിട്ട് വന്നേക്കുന്നത്, ബെറിയുടെ ഫ്ലേവർ ഒന്നും ഇതിന് സംഭവം നല്ലതാണ്. ഇതിനൊരു ക്യാരറ്റിന്റെയും എല്ലാം കൂടെ തോന്നുന്നു, പക്ഷെ അതും നല്ലതാണ്. അത് ഹെൽത്തി ആയിട്ട് ഇത് രണ്ട് ഹെൽത്തി മെയിനായിട്ട് കൂട്ടാം. ഇത് രണ്ടും ബെറി ഇതായിട്ട് വരും. പക്ഷെ ഇത് നമ്മൾ പൈനാപ്പിൾ എല്ലാം ചെയ്തുകൊണ്ട് പൈനാപ്പിൾ മാംഗോ എല്ലാം കൂടെ ഇതിന് നല്ല അന്യായ ടേസ്റ്റാണ് പറയാം. പക്ഷെ ഓവറോൾ ഞാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവനെ ഒന്നുകൂടെ നല്ല ഇഷ്ടപ്പെട്ട നല്ല. അപ്പം സാധാരണ ഈ കുക്കുമാർക്ക് ഇനി പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ മണം അടിച്ചിട്ട് ഒന്നും അത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, പലരും പറയുന്നുണ്ടല്ലോ ഇങ്ങനെ. നമ്മൾ വല്ലപ്പോഴും കുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, അമ്മമാരൊക്കെ പറയുന്നുണ്ട് നമ്മൾ വീട്ടിലുണ്ടാകും അവർക്ക് കഴിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ കേട്ടോ. അതെ, അപ്പോൾ കളർഫുള്ളായിട്ട് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. ഇഷ്ടമുള്ളവർ കാണുക അല്ലേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ, അടുത്ത നല്ലൊരു കുക്കിംഗ് വീഡിയോയോ അടുത്ത നല്ലൊരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ അടുത്ത നല്ല ലൈഫ് സ്റ്റൈൽ വീഡിയോ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.